ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിജു. ഞങ്ങൾ ഈ പ്രാവശ്യം ഫാമിലി ആയിട്ടാണ് വായിച്ചത്. ഹസ്ബൻഡും മകനും ഞാനും. മോൾക്ക് വായിക്കാൻ പറ്റിയില്ല, കോളേജുള്ള കാരണം. പക്ഷേ ഫാമിലി ആയിട്ട് വായിക്കാൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കരുണയും അത് അത്ഭുതം തന്നെയാണത്. ഹസ്ബൻഡ് എന്നോട് ആവശ്യപ്പെടുക ചെയ്തേ, ബോസിനോട് പറയും എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ട് ആൾ നോ പറഞ്ഞിട്ട് ഈ പ്രാവശ്യമാണ് ഞാൻ ഒന്നും പറയാതെ തന്നെ ആൾ ഇങ്ങോട്ട് വന്നാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് വചനം വായിക്കണമെന്ന്. അതിനാൽ തന്നെ വചനം വായിക്കുന്നേക്കാളും മുൻപ് തന്നെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടു. പിന്നെ വചന വായനയിലൂടെയും ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ എന്നിലുള്ള കുറേ മൂലപാപങ്ങളുടെ മേഖലയാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ വായിച്ച ഭാഗങ്ങളിലൊക്കെ അബ്രഹാം സാറായി സഹോദരിയായിട്ട് അവതരിപ്പിക്കുന്നതും സാറായ്ക്ക് ഹാഗാറിനോട് തോന്നുന്ന അമർഷവും അപ്പം ഞാൻ എന്നെ തന്നെ ഓർത്തു. എന്നിലെല്ലാം മൂലപാപങ്ങളുടെ മേഖലയാണ് എൻ്റെ ഉള്ളിൽ കടന്നു പോയത് ഞാൻ വായിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ തന്നെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണം നടക്കുമ്പോഴാണ് കർത്താവിന് ഇടപെടാൻ പറ്റുക എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്ക് കിട്ടി. ഞാൻ വായന കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ ഒന്നുകൂടി പോയി കുമ്പസാരിച്ച് ഞാനൊന്ന് ഫ്രീ ആയത്. കർത്താവ് അത് തുടർന്നുള്ള വായനകളിലൊക്കെ എനിക്കത് വെളിപ്പെടുത്തി തരികയായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ നോക്കുന്നതിലുപരി നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മളിലും എൻ്റെ രൂപാന്തരീകരണം എവിടെയൊക്കെയാണെന്ന് കർത്താവ് വചന വായനയിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ 3 പേരും വായിച്ചപ്പോൾ 1.5 മണിക്കൂറോളം ഞങ്ങളുടെ ഭവനത്തിൽ വചനം വായന ഉയർന്നു. അത് ഞാൻ ഇത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ സ്പീക്കർ എൻ്റെ ഭവനത്തിൻ്റെ പല ദിക്കുകളിലായിട്ട് ഞാൻ വെച്ചു. കാരണം ദിക്കുകളെ വിശദീകരിക്കണമേ എന്നുള്ള ഭാഗമൊക്കെ എനിക്ക് വായിക്കാൻ കിട്ടിയപ്പോൾ ഞാൻ ആ ഒരു ബോധ്യം എനിക്ക് കിട്ടിയിട്ട് ഞാനത് ചെയ്തു. അതൊക്കെ എൻ്റെ വീട്ടിലോ ഞങ്ങളുടെ വീട്ടിൽ കുറേ കെട്ടുകൾ അഴിയാനും ഒരു ശാന്തിയും സമാധാനം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കുറേ കാര്യങ്ങൾ ക്രമപ്പെടുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു ഈ ദിവസങ്ങളിൽ. പിന്നെ ഈ ദിവസങ്ങളിൽ തന്നെയാണ് മകന് രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. പിന്നെ മകൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ഡിസംബറിൽ. ഫസ്റ്റിന് അവൾക്ക് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിയോഗം ഞാൻ വച്ചിരുന്നു. അവൾ എന്നും അനുദിനം വിശുദ്ധ ബലി അർപ്പിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ വിശുദ്ധ ബലി മുടങ്ങരുന്നിട്ട് ഈശോയെ, അങ്ങനെയുള്ളൊരു സ്ഥാപനം എനിക്ക് അവൾക്ക് അക്കോമഡേഷന് നീ കാണിച്ചു തരണം. അതും ഈ അവസാന ദിവസം വചന വായന തീരുന്ന ആ ദിവസവും അതും കർത്താവ് ക്രമപ്പെടുത്തി തന്നു. അതും ഒരു നസ്രത്ത് കോൺവെൻറ്റിൽ ഇവൾക്ക് 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവർ ചെയ്യേണ്ട ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട സ്ഥാപനത്തിൽ നിന്നും ഹോസ്റ്റൽ 2.5 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ആ കോൺവെൻറ്റിൽ ആ ഹോസ്റ്റലിൽ ഇന്നും വിശുദ്ധ ബലി നടക്കുന്ന ഒരു ഹോസ്റ്റലും കൂടിയാണ്. ഇവൾക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ദൈവം ക്രമീകരിച്ചേക്കുന്ന റൂം. അതും ഇവളുടെ കൂടെ തന്നെ വേറൊരു കുട്ടി ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച സ്ഥാപനങ്ങളിലൊന്നും പല റൂമുകളിലായിട്ട് ഒരു ബെഡൊക്കെയാണ് വീക്കെൻഡ് ആയിട്ടിരുന്നത്. എനിക്ക് ഇവളും ആ കുട്ടിയും കൂടി ഒരുമിച്ചാണല്ലോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും കർത്താവ് ക്രമീകരിച്ചു. പിന്നെ ഇവർക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. ആ സിസ്റ്റർ ഞാൻ ഹോസ്റ്റലിൻ്റെ അക്കോമഡേഷൻ ചോദിച്ചപ്പോൾ അവർക്ക് റൂമിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ മതി, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നാൽ മതി. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചാപ്പൽ, അവിടെ എന്നും വിശുദ്ധ കുർബാനയുണ്ട്. അതുപോലും തമ്പുരാൻ ക്രമീകരിച്ചു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന കർത്താവ്, നമ്മളെ കുറിച്ച് കരുതുന്ന കർത്താവ്, അതിനെക്കുറിച്ചുള്ള ആ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ അതെല്ലാം നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ട് അത് മാറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മുടെ സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാലും അനുദിനം നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു കരുതലും ഇടപെടലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മാത്രം മഹത്വം. ഈശോയ്ക്ക് 1000 നന്ദി. താങ്ക് യു.